നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. യുക്രൈനുള്ള പിന്തുണ ഒരു സാഹചര്യത്തിലും കുറയില്ലെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി ആന്റി ബെൻഹാം. പോർട്ട്മൌത്തിലെ നാവിക താവളത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. യുക്രൈനോട് ബ്രിട്ടൻ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പൂർണ്ണമായി പാലിക്കുമെന്നും ഉടൻ തന്നെ താൻ യുക്രൈൻ സന്ദർശിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനൊപ്പം ബ്രിട്ടൻ വികസിപ്പിച്ച സ്റ്റോൺ ക്ലോക്ക് എന്ന അത്യാധുനിക ഇലക്ട്രോണിക് യുദ്ധ സാങ്കേതിക വിദ്യയുടെ ഭൌതിക സ്വത്തവകാശം യുക്രൈനുമായി പങ്കിടുമെന്നും ബെൻഹാം പ്രഖ്യാപിച്ചു. ഡ്രോണുകളെ കണ്ടെത്തുന്നത് തടയുന്ന ഈ ഉപകരണങ്ങൾ യുക്രൈന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നും സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 3 ആഴ്ചയായി ബ്രിട്ടനിൽ സമുദ്ര സൈനിക പരിശീലനം നടത്തുന്ന 200-ലധികം യുക്രൈൻ സൈനികരെയും ഇരു നേതാക്കളും സന്ദർശിച്ചു. ബ്ലാക്ക് സീയിലെ യുദ്ധസന്നാഹവും മൈൻ പ്രതിരോധ ശേഷിയും ശക്തിപ്പെടുത്തുകയാണ് XIC ബ്രീസ് എന്ന പരിശീലനത്തിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികൾക്ക് 14 വയസ്സ് മുതൽ തൊഴിൽ കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിലേക്കുള്ള വ്യക്തമായ വഴിയൊരുക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ പ്രധാനമന്ത്രി ആന്റി ബെൻഹാം പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ് മുതൽ അക്കാദമിക് വിഷയങ്ങൾക്കൊപ്പം മാനുഫാക്ചറിംഗ്, AI, കോഡിംഗ്, മെക്കാനിക്സ് തുടങ്ങിയ സാങ്കേതിക വിഷയങ്ങളും പഠിക്കാൻ അവസരമൊരുക്കുന്നതാണ് പുതിയ പാഠ്യപദ്ധതി. പ്രാദേശിക തൊഴിൽ അവസരങ്ങളും വ്യവസായ ആവശ്യങ്ങളും അടിസ്ഥാനമാക്കിയായിരിക്കും ഈ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യുക. ഇംഗ്ലീഷ്, ഗണിതം തുടങ്ങിയ പ്രധാന വിഷയങ്ങൾക്കൊപ്പം സാങ്കേതിക വിദ്യാഭ്യാസവും ചേർത്ത് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ രംഗത്തേക്ക് നേരിട്ട് പ്രവേശിക്കാൻ ആവശ്യമായ കഴിവുകൾ നൽകുകയാണ് ലക്ഷ്യം. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പ്രാദേശിക സ്ഥാപനങ്ങളിൽ പരിശീലനവും വർക്ക് എക്സ്പീരിയൻസും ലഭ്യമാക്കും. നിർമ്മാണ മേഖലയോ കോഡിംഗോ മെക്കാനിക്സോ ക്ലാസിക്കൽ പഠനമോ എന്ത് തിരഞ്ഞെടുത്താലും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേപോലെ റെസ്പെക്റ്റും മികച്ച അവസരങ്ങളും ലഭിക്കണം എന്ന് ബെൻഹാം പറഞ്ഞു. യുവജന തൊഴിലില്ലായ്മ കുറയ്ക്കാൻ ആവശ്യമായ വലിയ മാറ്റമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലേബർ പാർട്ടി ചെയർപേഴ്സണായി ബ്രിജറ്റ് ഫിലിപ്സണെ നിയമിച്ചു. പ്രധാനമന്ത്രി ആന്റി ബെൻഹാമാണ് നിയമനം പ്രഖ്യാപിച്ചത്. നിലവിൽ വിമൻ ആൻഡ് ഇക്വാലിറ്റീസ് മന്ത്രിയായ ഫിലിപ്സൺ ഉപനേതാവായ ലൂസി പൌലുമായി ചേർന്ന് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിനായി പാർട്ടിയെ പ്രാപ്തമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ലേബർ പാർട്ടി അറിയിച്ചു. കഴിഞ്ഞ വർഷം ആംഗ്ലി റെയ്നർ രാജിവെച്ചതിനെ തുടർന്ന് നടന്ന ഉപനേതൃത്വ തെരഞ്ഞെടുപ്പിൽ ഫിലിപ്സണും ലൂസി പൌലും മത്സരിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ പവൽ വിജയിക്കുകയായിരുന്നു. മുൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ സെക്രട്ടറിയായ ഫിലിപ്സണെ ബെൻഹാം കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭ പുനഃസംഘടിച്ചപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ലൂസി പൌലിനെ നിയമിച്ചിരുന്നു. പുതിയ ചുമതല ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്ന് ഫിലിപ്സൺ എക്സിലൂടെ പ്രതികരിച്ചു. കൌമാരപ്രായത്തിൽ ലേബർ പാർട്ടിയിൽ ചേർന്ന താൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ലേബറിന്റെ 2ാം ഭരണകാലം ഉറപ്പാക്കാൻ പാർട്ടി അംഗങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം മന്ത്രിയായതിനെ തുടർന്ന് അനാ ടോറിയാണ് പാർട്ടി ചെയർ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത്. തടവുകാരുടെ നേരത്തെയുള്ള മോചനം തടയാൻ അടിയന്തര നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട കെമി ബാഗ്നോക്ക് ജയിലുകളിലെ കടുത്ത തിരക്ക് കുറയ്ക്കുന്നതിനായി പ്രഖ്യാപിച്ച പദ്ധതി ഇരകളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ബെൻഹാം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ പദ്ധതി നിർത്തിവച്ചത് മാത്രം മതിയാകില്ലെന്നും നിയമം മാറ്റിയില്ലെങ്കിൽ ഗുരുതര കുറ്റവാളികളുടെ മോചനം തുടരുമെന്നും കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ആരോപിച്ചു. ബലാത്സംഗ കേസുകളിലും ലൈംഗിക കുറ്റകൃത്യങ്ങളിലും ശിക്ഷിക്കപ്പെട്ടവർ നേരത്തെ പുറത്തിറങ്ങുന്ന സാഹചര്യം ഗുരുതരമാണെന്നും പ്രധാനമന്ത്രി ഇതിനെതിരെ കർശനമായ തീരുമാനമെടുക്കണമെന്നും ബാഗ്നോക്ക് പറഞ്ഞു. രാജ്യത്ത് ഈ വർഷത്തെ 4ാമത്തെ ഉഷ്ണതരംഗം ആരംഭിച്ചു. ഈ ആഴ്ചയുടെ മധ്യത്തോടെ ഇംഗ്ലണ്ടിന്റെ തെക്ക് കിഴക്കൻ മേഖലകളിൽ താപനില 35 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഇന്നു മുതൽ ചൂട് ശക്തമാകും. ബുധനാഴ്ചയാണ് ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുക. മിഡ്ലാൻഡ്സ്, തെക്കൻ കിഴക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ 30 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. വെയിൽസിലും ഇംഗ്ലണ്ടിലെ മറ്റു ഭാഗങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ 25 മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് പ്രതീക്ഷിക്കുന്നത്. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈസ്റ്റ് മിഡ്ലാൻഡ്സ്, ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്, ലണ്ടൻ, സൌത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ ബുധനാഴ്ച രാവിലെ മുതൽ വ്യാഴാഴ്ച രാവിലെ വരെ ആംബർ ഹീറ്റ് ഹെൽത്ത് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യോർക്ക്ഷയർ ആൻഡ് ദി ഹംപർ, വെസ്റ്റ് മിഡ്ലാൻഡ്സ്, സൌത്ത് വെസ്റ്റ് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്. പ്രായമായവർ, കുട്ടികൾ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ തുടങ്ങിയവർ ഉയർന്ന ചൂട് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകി.
ചരിത്രപ്രസിദ്ധമായ ജോഡറൽ ബാങ്ക് നിരീക്ഷണ കേന്ദ്രത്തിന് സർക്കാർ നൽകി വരുന്ന ധനസഹായം നിർത്തി. ഇതോടെ ഏകദേശം 70 വർഷമായി പ്രവർത്തിക്കുന്ന ഈ ശാസ്ത്ര കേന്ദ്രം അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടായേക്കാമെന്നാണ് വിവരം. മറ്റ് ധനസ്രോതസ്സുകൾ കണ്ടെത്താനായില്ലെങ്കിൽ 2028 ഏപ്രിൽ 1 മുതൽ ജോഡറൽ ബാങ്കിലെയും അതിന്റെ ടെലസ്കോപ്പ് ശൃംഖലയെയും എല്ലാ ശാസ്ത്രീയ നിരീക്ഷണങ്ങളും അവസാനിപ്പിക്കുമെന്നാണ് വിവരം. ബ്രിട്ടന്റെ ഏറ്റവും വലിയ റേഡിയോ ടെലസ്കോപ്പായ ലോവൽ ടെലിസ്കോപ്പ് പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രം ദൂര ഗാലക്സികളെ കുറിച്ചുള്ള ഗവേഷണത്തിലും ശാസ്ത്രജ്ഞരെ വളർത്തിയെടുക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. അതേസമയം ദീർഘകാല ശാസ്ത്രീയ പ്രയോജനം ലഭിക്കുന്ന പദ്ധതികൾക്കാണ് ഇനി മുൻഗണന നൽകേണ്ടതെന്നും അതിനാലാണ് വാർഷിക ഫണ്ടിംഗായ 2.8 മില്യൺ പൗണ്ട് നിർത്തുന്നതെന്നും UK റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ വ്യക്തമാക്കി. UK ഈസ്റ്റ് റൈഡിംഗ് യോർക്ക്ഷയർ കൌൺസിലിലെ ആദ്യത്തെ യുവ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പെൺകുട്ടി. മാടന്നട മിൻഷ മൻസിലിൽ അബ്സിൻ സനൂജ് സയ്യിദ് മുഹമ്മദിന്റെയും ബെനീറ്റയുടെയും മകളായ 12 വയസ്സുള്ള നൌറീൻ അബ്സിൻ സനൂജ് ആണ് യുവ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സൌത്ത് ഹൻസ്ലി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടിക്ക്. 1 വർഷമായി ആണ് മേയറുടെ കാലാവധി. യുവാക്കളുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, വിവിധ ദിനാഘോഷങ്ങളിൽ ചെയർമാനൊപ്പം പങ്കെടുക്കുക, യുവാക്കൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കുമിടയിലെ കണ്ണിയായി പ്രവർത്തിക്കുക എന്നിവയാണ് മേയറുടെ ഡ്യൂട്ടി. നൌറീന്റെ അച്ഛൻ UKയിലെ ഹല്ലിൽ എഞ്ചിനീയറായും അമ്മ അക്കൌണ്ടന്റുമായാണ് പ്രവർത്തിക്കുന്നത്. സഹോദരൻ അമീൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനമായ MCYM UK സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ചാംഡെ 2026 കായികമേളയ്ക്ക് ആവേശകരമായ സമാപനം. തുടർച്ചയായ 2ാം വർഷവും മിഡ്ലാൻഡ്സ് സബ് റീജിയൻ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി മാർ ഇവാനിയോസ് എവർറോളിംഗ് ട്രോഫി നിലനിർത്തി. നോർത്ത് വെസ്റ്റ് സബ് റീജിയൻ റണ്ണറപ്പായി മിഡ്ലാൻഡ്സ്, ലണ്ടൻ, നോർത്ത് വെസ്റ്റ് എന്നീ 3 സബ് റീജിയനുകളിൽ നിന്നുള്ള യുവജനങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. മിഡ്ലാൻഡ്സ് സബ് റീജിയനെ പ്രതിനിധീകരിച്ച ബ്രിസ്റ്റോൾ, കൊവൻട്രി മിഷനുകളിൽ നിന്നും, ലണ്ടൻ സബ് റീജിയനെ പ്രതിനിധീകരിച്ച വർത്തിംഗ് മിഷനിൽ നിന്നും, നോർത്ത് വെസ്റ്റ് സബ് റീജിയനെ പ്രതിനിധീകരിച്ച നോട്ടിംഗ്ഹാം, ലീഡ്സ്, ബ്ലാക്ക്പൂൾ, ഷെഫീൽഡ് മിഷനുകളിൽ നിന്നുമുള്ള യുവജനങ്ങളുടെ സജീവ സാന്നിധ്യം കായികമേളയ്ക്ക് കൂടുതൽ മാറ്റുകൂട്ടി. ബാഡ്മിന്റൺ, റിലേ, സ്പ്രിന്റ്, ലെമൺ ആൻഡ് സ്പൂൺ റേസ്, വടംവലി തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ ആവേശകരമായ മത്സരങ്ങളാണ് അരങ്ങേറിയത്. സമാപന സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോർജിയൻ ഷാജി അധ്യക്ഷത വഹിച്ചു. പരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ഇന്ന് ലോക്സഭയിൽ നടക്കും. 6 മണിക്കൂർ നീളുന്ന ചർച്ചയാണ് ഇതിനായി നീക്കിവച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ സഭയിൽ വലിയ രീതിയിലുള്ള ബഹളങ്ങൾ നടന്നിരുന്നു. അഖിൽമാര 2020 വിട്ടു. സാബു M ജേക്കബുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് അഖിൽ 2020 വിട്ടത്. തൃക്കാക്കര മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽമാര 2020 സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.